എല്ലാവർക്കും നമസ്കാരം. എമ്മാതിരി വിഡ്ഢ്യാസുരന്മാരുള്ള ഒരു ഭരണ സംവിധാനമാണ് പാകിസ്ഥാനിൽ എന്നാലോചിച്ച് നോക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി നമ്മുടെ സൈനികമായിട്ടുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനും സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനുമൊക്കെ വേണ്ടി പാകിസ്ഥാൻ ഒരു സൈനിക ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് അമ്പേ പരാജയമായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ പൈലറ്റുമാർക്ക് ഒന്നും തന്നെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നും അവരെല്ലാവരും തന്നെ തിരിച്ചു വന്നുവെന്നും നമ്മുടെ എയർ മാർഷൽ AK ഭാരതി ഔദ്യോഗികമായി പറഞ്ഞു. പിന്നീട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പത്രക്കുറിപ്പിൽ നമ്മുടെ അസറ്റുകൾക്കൊന്നും തന്നെ ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും നമ്മൾ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഒരു സമയത്ത് പറഞ്ഞത് നമ്മുടെ 6 ജെറ്റുകളെ അവർ വെടിവെച്ച് വീഴ്ത്തി എന്നാണ്. 6-0 എന്നാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ തന്നെ അതിനെ പരിഷ്കരിച്ച് 5 ജെറ്റുകൾ എന്ന രീതിയിലത്തേക്ക് മാറ്റി. എന്നാൽ ഇതിനെ ഡൗൺ ചെയ്തിരിക്കുന്നതിൻ്റെ എന്തെങ്കിലും തെളിവ്, അവശിഷ്ടങ്ങൾ ഇതൊന്നും തന്നെ കാണിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ കുറേ ചിത്രങ്ങൾ, വീഡിയോകൾ ഒക്കെയുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫാക്ട് ചെക്കിംഗ് ഏജൻസികൾ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതല്ല എന്നും മുൻപ് തന്നെ ഇൻ്റർനെറ്റിൽ ലഭ്യമായിരുന്ന ഫോട്ടോകളും വീഡിയോ ഫുട്ടേജുകളും ഒക്കെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പറഞ്ഞത് എത്രത്തോളം ആകുലനായിരുന്നു അദ്ദേഹം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ചില വരികൾ കൂടിയാണ്. അതായത് അദ്ദേഹം പറയുന്നത് അസീം മുനീറിൻ്റെ ഭാഗത്ത് നിന്ന് 2 കോളുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അവരുടെ നൂർഖാൻ എയർബേസ് നമ്മൾ ബോംബിട്ട് തകർത്തു എന്നുള്ള ഒരു ഇൻഫർമേഷനായിരുന്നു. അതാണ് വെളുപ്പിനെ 2:30 അദ്ദേഹത്തിന് കിട്ടി എന്ന് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരു ശുഭ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നീന്താൻ പോയ സമയത്ത് മറ്റൊരു കോൾ വരുന്നു. ആ കോളിൽ അദ്ദേഹം വീണ്ടും ഈ മിലിറ്ററി ഓപ്പറേഷൻസിനെ പറ്റി പറയുന്നു. ഒപ്പം സീസ് ഫയറിന് നമ്മൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സൈനിക മേധാവികളാണെങ്കിലും ഭരണത്തിൻ്റെ മേധാവികളാണെങ്കിലും ആർക്കായാലും യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ നുണ പറയാൻ കഴിയുന്ന, ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് കള്ളം പറയുന്ന ഒരു സംവിധാനമാണ് പാകിസ്ഥാൻ പിന്തുടരുന്നത്. അപ്പോൾ അസീം മുനീർ എന്ന അവരുടെ ജനറൽ, അദ്ദേഹമാണ് അവരുടെ സൈന്യത്തിനെയൊക്കെ നയിച്ചത്. വളരെ മോശമായിരുന്നു പ്രകടനം എന്ന് എല്ലാവർക്കും അറിയാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാർ അനലിസ്റ്റുകളെല്ലാം തന്നെ ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമല്ലാത്ത വെസ്റ്റേൺ യൂറോപ്യൻ ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഡിസൈസീവായിട്ടുള്ള ജയം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനാണ് എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചു. 9 പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളെ നമ്മൾ നിർവീര്യമാക്കി. അതിൽ തന്നെ ലഷ്കർ ഇ തൈബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ നമ്മൾ നിർവീര്യമാക്കി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഭീകരവാദികളെയും നമ്മൾ കൊന്നു. തന്നെയുമല്ല, പിന്നീടുണ്ടായിരുന്ന പല മിലിറ്ററി ഓപ്പറേഷൻസിലും പാകിസ്ഥാൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 40 സൈനികരെ നമ്മൾക്ക് വധിക്കേണ്ടി വന്നു എന്ന് നമ്മൾ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. സിവിലിയൻ കാഷ്വാലിറ്റികൾ, കൊളാറ്ററൽ ഡാമേജ് ഒക്കെ തന്നെ തീരെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സ്ട്രൈക്കും തിരഞ്ഞെടുത്തതും പ്രെസിഷൻ അറ്റാക്ക് നടത്തിയതും. മറിച്ച് പാകിസ്ഥാൻ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ഷെല്ലിംഗ് നടത്തി. പിന്നെ നമ്മുടെ 4 എയർബേസുകളെ ആക്രമിക്കാനായിട്ട് അവർ ശ്രമിച്ചു. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരാക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ വളരെ പരിമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ സൈനികർക്കൊന്നും തന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ എക്യുപ്മെൻറ്റിനൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടായിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതുമാണ്. എന്നാൽ പാകിസ്ഥാനിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 1 ഡസനോളം എയർബേസുകളെയും റേഡാർ ഇൻസ്റ്റലേഷനുകളെയുമാണ് നമ്മൾ നിർവീര്യമാക്കിയത്. നമ്മുടെ ഏതെങ്കിലും ഒരു വിമാനത്തിനെ ഡൗൺ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു തെളിവും കാണിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ S-400 ട്രയംഫ് അഥവാ നമ്മുടെ സുദർശന ചക്രം ഇതൊക്കെ തന്നെ നശിപ്പിച്ചു എന്നൊക്കെ അവർ ക്ലെയിം ചെയ്തു. എങ്കിലും അതെല്ലാം തന്നെ ഇൻടാക്റ്റ് ആണ് എന്ന് പിന്നീട് നമ്മൾ തന്നെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. തന്നെയുമല്ല, വളരെ പ്രെസിഷനോട് കൂടിയിട്ടാണ് നമ്മൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് എന്ന് ഹൈ ക്ലാരിറ്റി ചിത്രങ്ങളും വീഡിയോ ഫുട്ടേജുകളും അടക്കം നമ്മൾ തന്നെ പത്രസമ്മേളനത്തിൽ കാണിച്ച് തെളിയിച്ചതാണ്. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെ കാണിച്ചിരുന്നതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് പിന്നീട് തെളിഞ്ഞതുമാണ്. അങ്ങനെ ഒരു ആഘാതവും നമ്മളെ ഏൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. പകരം അവരുടെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ പൂർണ്ണമായി തകർത്തു. 1 ഡസനോളം എയർബേസുകൾ, റേഡാർ ഇൻസ്റ്റലേഷനുകൾ ഒക്കെ നമ്മൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. അതിൽ നമ്മൾ ആ ചിത്രങ്ങളിൽ കണ്ടതാണ് അവരുടെ പ്രധാനപ്പെട്ട കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ, അവരുടെ നൂർഖാൻ എയർബേസിലെയും സർഗോധ എയർ സ്പേസിലെയും ഒക്കെ റൺവേയിലൊക്കെ തന്നെ വലിയ ക്രേറ്ററാണ് നമ്മുടെ ആക്രമണത്തിൽ അവിടെ രൂപപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തന്നെയുമല്ല, അടുത്ത ദിവസം തന്നെ അവിടെ റെനോവേഷൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനും പുറത്തു വന്നിരുന്നു. ഇനി ഇന്ത്യയുടേതല്ലാത്ത സാറ്റലൈറ്റുകൾ എടുത്തിരുന്ന കൂടുതൽ മെച്ചപ്പെട്ട ചിത്രങ്ങളുണ്ടായിരുന്നു.
കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോ ഫുട്ടേജ് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ വളരെ കൃത്യമായി കാണാവുന്നത് ഈ 11 എയർബേസുകളിലും നമ്മൾ ഏൽപ്പിച്ചിരുന്ന കൃത്യമായിട്ടുള്ള ആഘാതത്തിൻ്റെ ചിത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് നോക്കുക. അവരുടെ ഈ ഓപ്പറേഷൻ, പരാജയപ്പെട്ട ഈ ഓപ്പറേഷൻ നയിച്ചിരുന്ന അസീം മുനീറിനെ അവരിപ്പോൾ അവിടുത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സൈനിക പദവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ എന്ന പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം വലിയൊരു നേട്ടം രാജ്യത്തിന് വേണ്ടി സമ്മാനിച്ചു എന്നും ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആ പ്രസ്താവനകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം രസകരമാണ്. ഈ ഒരു ഓപ്പറേഷനെ കൃത്യമായി ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ചിരിക്കാനുള്ള നിരവധി വകുപ്പുകൾ അതിലുണ്ട്. അതിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ദ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ഹാസ് അപ്രൂവ്ഡ് ദ പ്രൊമോഷൻ ഓഫ് ജനറൽ സയ്യദ് അസീം മുനീർ നിഷാനി ഇംതിയാസ് മിലിറ്ററി ടു ദ റാങ്ക് ഓഫ് ഫീൽഡ് മാർഷൽ ഫോർ എൻഷുറിംഗ് ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തിയതിന്. ആൻഡ് ഡിഫീറ്റിംഗ് ദി എനിമി, അതായത് നമ്മൾ ശത്രുക്കളായിട്ടുള്ള ഇന്ത്യയെ പരാജയപ്പെടുത്തിയതിന് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ജയിച്ചു എന്നുള്ളൊരു നറേറ്റീവാണ് അവർ പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഹൈ സ്ട്രാറ്റജി ആൻഡ് കറേജിയസ് ലീഡർഷിപ്പ്, അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ, പ്ലാനിങ് ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കാത്ത അവരുടെ 1 ഡസനോളം വരുന്ന, പ്രത്യേകിച്ച് റഹിംയാർ ഖാൻ പോലെയുള്ള നൂർഖാൻ ബേസുകളൊക്കെ തന്നെ ആക്രമിച്ചിരിക്കുന്ന, ആ ആക്രമണത്തിനെ ഒന്നും തന്നെ തടയാനായിട്ട് ഒരു മാർഗവും കയ്യിലുണ്ടാകാതിരുന്ന കുറേ ഡ്രോണുകളെ മാത്രം അതിർത്തി കടന്ന് ഇങ്ങോട്ട് ഏറുപടക്കം പോലെ വിന്യസിക്കുകയും അതെല്ലാം തന്നെ നമ്മൾ നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്ത ആ വലിയ സ്ട്രാറ്റജിയും കറേജിയസ് ലീഡർഷിപ്പിനെയുമാണ് ഇതിൽ പ്രകീർത്തിക്കുന്നത്. ഡ്യൂറിംഗ് ദി മർക്കായി ഹക്ക് ആൻഡ് ഓപ്പറേഷൻ ബന്യാനം മർസൂസ്, the Prime Minister's office said in a statement after the Federal Cabinet meeting chaired by Prime Minister ഷഹബാസ് ഷെരീഫ്. അപ്പോൾ ഷഹബാസ് ഷെരീഫ് തന്നെ ഇദ്ദേഹത്തിനെ ഫീൽഡ് മാർഷൽ ആക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്നു. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം പാകിസ്ഥാൻ പ്രസിഡന്റിനെ കാണുന്നു. എന്നിട്ട് ഈ അപ്രൂവലൊക്കെ വാങ്ങിയതിന് ശേഷം ഈ തോറ്റ ജനറലിനെ പിടിച്ച് ഫീൽഡ് മാർഷലാക്കുകയാണ്. ഇത് കൂടാതെ ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം എങ്ങനെയാണ് ഈ സൈന്യത്തിനെ നയിച്ചത് എന്ന് പറയുന്നു. വിത്ത് എക്സംപ്ലറി കറേജ്, മറ്റെങ്ങും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ധൈര്യം. അത് ശരിയാണ്, എങ്ങും കാണാൻ കഴിയാത്ത ധൈര്യം കൊണ്ടാണ് പാകിസ്ഥാൻ ഒരുപക്ഷെ ഇത്ര പരമോന്നതമായിട്ടുള്ള ഒരു സൈനിക പദവി അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ആൻഡ് ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിന് വലിയ നിശ്ചയദാർഢ്യമായിരുന്നു. ഈ പരാജയം ഏറ്റുവാങ്ങിയ ആളിന് ഇത്രത്തോളം നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ആൻഡ് കോർഡിനേറ്റഡ് ദ വാർ സ്ട്രാറ്റജി. എന്നാലോചിച്ച് നോക്കുക, വാർ എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്, യുദ്ധം തന്നെയാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം മെനയുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആൻഡ് എഫേർട്സ് ഓഫ് ദി ആംഡ് ഫോഴ്സസ് ഇൻ എ കോംപ്രഹെൻസീവ് മാനർ, സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അവർ ഈ ഒരു എഫേർട്ടെല്ലാം തന്നെ ക്യാരി ഔട്ട് ചെയ്തു. അതിനുവേണ്ടി സൈന്യത്തിനെ അദ്ദേഹം സജ്ജനാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പാകിസ്ഥാനിലുള്ള ജനത തന്നെ വിശ്വസിക്കുമോ എന്ന് കണ്ടറിയണം. അതിൽ തന്നെ കൂടെ പറയുന്നത് ഇങ്ങനെയാണ്: താങ്ക്സ് ടു ദി അൺപാരലൽഡ് ലീഡർഷിപ്പ് ഓഫ് ദി ആർമി ചീഫ്. മറ്റെങ്ങും താരതമ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത, തുലനം ചെയ്യാൻ കഴിയില്ലാത്ത അത്രത്തോളം മഹത്തരമായിട്ടുള്ള നേതൃത്വമാണ് അദ്ദേഹം സൈന്യത്തിന് കാഴ്ചവെച്ചത്. പാകിസ്ഥാൻ അച്ചീവ്ഡ് എ ഹിസ്റ്റോറിക് വിക്ടറി ഇൻ മർക്കായി ഹക്ക്. നമ്മളുമായിട്ടുള്ള ഈ പ്രശ്നത്തിനെയാണ് ഇവർ ഈ മർക്കായി ഹക്ക് എന്ന് പറയുന്നത്. ആ പീരീഡാണ്. അപ്പോൾ അതിൽ ഹിസ്റ്റോറിക് വിജയം, ചരിത്രപരമായിട്ടുള്ള വിജയമാണ് പാകിസ്ഥാൻ ഇദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് മിലിറ്ററി ലീഡർഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സൈനിക നേതൃത്വം, കറേജ് ധൈര്യം, ആൻഡ് ബ്രേവറി അദ്ദേഹത്തിൻ്റെ സാഹസികത, എൻഷുറിംഗ് പാകിസ്ഥാൻ സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റി, അതുവഴി പാകിസ്ഥാൻ്റെ പരമാധികാരവും അവരുടെ അതിർത്തിയുമെല്ലാം അതേപടി നിലനിർത്തി. ആൻഡ് കറേജിയസ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ദി എനിമി, നമ്മൾ ശത്രുക്കളായിട്ടുള്ള ഇന്ത്യക്കാർക്കെതിരെ കറേജിയസ് ആയിട്ടുള്ള ഡിഫൻസാണ്, വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് അവർ തീർത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ദ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് പ്രപ്പോസൽ ടു പ്രൊമോട്ട് ജനറൽ സയ്യദ് അസീം മുനീർ ടു ദ റാങ്ക് ഓഫ് ഫീൽഡ് മാർഷൽ എന്നാണ്. നമ്മുടെ നാട്ടിലൊന്നും ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ പരാജയപ്പെട്ട ആളിനെ എലിവേറ്റ് ചെയ്തിട്ട് സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവി അദ്ദേഹത്തിന് ഒരു വെള്ളിത്താലത്തിൽ വെച്ച് കൈമാറുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. ഇതിലൊക്കെ തന്നെ തമാശയുടെ ഒരു എലമെൻ്റ് ഉണ്ട് എങ്കിൽ പോലും വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുത കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം സൈന്യം ഒരുപക്ഷെ പാകിസ്ഥാനിലെ ലീഡർഷിപ്പിനെ ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത വീണ്ടുമുണ്ട് എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അവിടുത്തെ ഭരണ നേതൃത്വം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കൊടുക്കുന്നതിനും അദ്ദേഹത്തിനെ ഒപ്പം നിർത്തുന്നതിനും വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇത്ര ദയനീയമായി പരാജയപ്പെട്ട ഒരു മിലിറ്ററി ഓപ്പറേഷനെ നയിച്ച, ആ സമയത്തെങ്ങും കാണാൻ പോലും ഇല്ലാതിരുന്ന ഒരു സൈനിക മേധാവി ഈ രീതിയിൽ നുണപ്രസ്താവനകളിൽ കൂടി, ഡിസിൻഫർമേഷൻ ക്യാമ്പയിനിൽ കൂടി പാകിസ്ഥാൻ ജയിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ച ഒരു സംവിധാനം ഒരിക്കലും ഒരു തോറ്റ ജനറലിനെ പിടിച്ച് ഫീൽഡ് മാർഷൽ ആക്കുമായിരുന്നില്ല. ഇതുവഴി മറ്റൊരു കാര്യം കൂടി വെളിവാകുന്നുണ്ട്. പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ എന്ന പദവിക്ക്
ഇത്ര വില മാത്രമേ ഉള്ളൂ എന്ന്. അതല്ലായിരുന്നുവെങ്കിൽ സൈനികരുടെ നിശ്ചയദാർഢ്യം, സൈനികരുടെ ആത്മാർത്ഥത, അവരുടെ സാഹസികത, ഈ കാര്യങ്ങളെയൊക്കെ തന്നെ പ്രശംസിച്ച് അതിനെല്ലാം തന്നെ കൃത്യമായ ഡിസൈസീവ് ലീഡർഷിപ്പ് നൽകുന്ന ഒരാളിന് മാത്രം അപൂർവമായി നൽകുന്ന ഇത്തരത്തിലുള്ള ഉയർന്ന സൈനിക പദവി അസീം മുനീറിനെ പോലെ പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ നേരെ ചൊവ്വേ കൊണ്ടു നടക്കാൻ കഴിയാത്ത, കൃത്യമായിട്ടുള്ള നല്ല എക്യുപ്മെൻറ്റുകളും കാര്യങ്ങളും വാങ്ങിവെക്കാത്ത, വളരെ ഫെയിൽഡായിട്ടുള്ള ഒരു സൈനിക മേധാവിക്ക് ഇങ്ങനെ ഒരു ഉയർന്ന പദവി കൊടുക്കാൻ മറ്റൊരു രാജ്യത്തിനും കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് പാകിസ്ഥാനിലുള്ള സൈന്യവും അവരുടെ ഗവൺമെൻറ്റും തമ്മിലുള്ള സ്ഥിരതയില്ലാത്ത ബന്ധത്തിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് എന്നോർക്കുക. എന്തായാലും ഫീൽഡ് മാർഷലിന് മുകളിലേക്ക് കൊടുക്കാനായിട്ട് വേറെ പദവികളില്ല. ഒരുപക്ഷെ ഇനിയുള്ളത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് പദം ഒക്കെ ആയിരിക്കും. മുമ്പ് പെർവേസ് മുഷാറഫ് അടക്കം നിരവധി ആൾക്കാർ എങ്ങനെയാണ് ഈ പദവികളിലേക്കൊക്കെ വന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു കാര്യം പോലും അസീം മുനീറിന് വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫീൽഡ് മാർഷലായി ഉയർത്തപ്പെട്ട അസീം മുനീറിന് പാകിസ്ഥാൻ പ്രസിഡന്റ് ആകാൻ അടുത്ത ഭാവിയിൽ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.